ഹായ് ഹലോ, നമ്മളിന്ന് ഇതുപോലൊരു പേഴ്സ് എങ്ങനെ നമുക്ക് ഡെക്കറേറ്റീവ് ആക്കാം അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പെയിൻറ്റും ബ്രഷും ഒക്കെ വേണം. ഞാനതിൽ ആദ്യം ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ആ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഒന്ന് വൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ മാത്രം എന്തെങ്കിലും ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് അത്രയും എഫക്റ്റീവായിട്ട് തോന്നിയില്ല. സോ ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഇതിനെ പറ്റിയൊരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇതുപോലെ ബ്ലാക്ക് കളർ അങ്ങ് തറഞ്ചും പുറഞ്ചും അടിച്ചു കൊടുത്തു. അപ്പോൾ അതിന് സൈഡിലായിട്ടൊരു പിങ്ക് ബോർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ പിങ്ക് ബോർഡർ അതുപോലെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. പക്ഷേ ബ്ലാക്കും പിങ്കും അത്രയും ഭംഗിയായിട്ട് ഇതിൽ സ്ക്രീനിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും അത്രയും ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഒരു ഭംഗി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ അത്രയും സ്മൂത്ത് അല്ലാത്തതുകൊണ്ട് പെയിൻറ്റ് അതിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഫ്ലോപ്പ് ആവുമെന്ന്, പക്ഷേ പിന്നീട് അങ്ങോട്ട് ഡ്രൈ ആയി വന്നപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗ്രീൻ കളർ എടുത്തു, അതുപോലെ വൈറ്റ് കളർ എടുത്തു. വൈറ്റ് കളർ എടുത്തിട്ട് ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂവ്, നമ്മുടെ ഈ പാടത്തും പറമ്പത്തും ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് പൂവില്ലേ, അത് തന്നെ ഞാൻ വരച്ചത്. ഇതാണ് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയത്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ മേളിൽ ബ്ലാക്ക് കംപ്ലീറ്റ്ലി ഉണങ്ങാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ഗ്രേയിഷ് കളറും അതിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിൻ്റെ ഒരു 3D എഫക്റ്റ് പോലെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 4-5 പൂ വരച്ചു, ബാക്ക് സൈഡിലും വരച്ചു. എന്നിട്ട് ഇതിൻ്റെ സ്റ്റെമ്മ് താഴേക്ക് കൊടുക്കാമെന്നായിരുന്നു ഉദ്ദേശം. അതുപോലെ തന്നെ കൊടുത്തു. അത് നമ്മൾ ലൈറ്റ് ഗ്രീൻ വെച്ചാണ് കൊടുത്തത്. ലൈറ്റ് ഗ്രീനോ എന്താ ഗ്രീനെ പറയുന്നത്, ഐ ഡോണ്ട് നോ. ഞാൻ ആക്ച്വലി ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ കളർ ഗ്രീനാണെന്ന് മാത്രം അറിയാം, അങ്ങനെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്രീൻ കൊണ്ട് ബോർഡറൊക്കെ കൊടുത്തു, സ്റ്റെമ്മ് വെച്ചു, ലീവ്സ് വെച്ചു. അപ്പോൾ ലീഫ് ആ ബ്ലാക്കും ഗ്രീനും ആയിട്ടുള്ളൊരു കോംബോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ കൊടുത്തു. ഗ്രീനിൻ്റെ മേളിൽ കൂടെ തന്നെ നമ്മൾ ഇച്ചിരി കൂടെ ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ, അപ്പോൾ അതൊരു നിയോൺ എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രീനും കൊടുത്ത് വന്നപ്പോഴേക്കും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് ടോട്ടി ബാഗിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾഡ് സ്കൂൾ ബാഗോ ഷൂസോ എന്തിനു പറയണം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അതിൽ വരെ ഇതുപോലെ ചെയ്യാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ വൈറ്റും ബ്ലാക്കും കോംബോ നല്ല ഭംഗിയാണ് കാണാൻ. ഒന്നുകൂടെ ഡ്രൈ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വൈറ്റ് ഓക്കെ ആയിരുന്നെന്ന് തോന്നിയപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് നോക്കിയപ്പോഴാണ് അകത്തെ ഭാഗത്ത് വൈറ്റ് ആയതുകൊണ്ട് ഇത് വൃത്തികേട് പോലെ തോന്നിയത്. അതുകൊണ്ട് ഞാൻ പിന്നീട് അകത്തും ബ്ലാക്ക് കളർ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെന്താ ഗ്രീനുള്ള ഭാഗത്ത്, പിങ്ക് അടിച്ച ഭാഗത്ത് ഗ്രീൻ അടിച്ച് നേരത്തെ പോലെ തന്നെ അവിടെയും നിന്ന് ഇച്ചിരി ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തത്. ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലും ബ്ലാക്ക് അടിച്ചു. അങ്ങനെ